ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഇതൊരു നിർണായക മത്സരം തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ തിലക് വർമ്മയ്ക്ക് പകരമായി ഇറങ്ങുമെന്നാണ് ആദ്യം കിട്ടിയിരുന്ന വിവരങ്ങൾ. തിലക് വർമ്മയ്ക്ക് ചെറിയ തോതിലുണ്ടായ പരുക്കു മൂലവും അദ്ദേഹം വലിയ രീതിയിൽ ഇതുവരെ സ്കോറൊന്നും നേടിയിട്ടില്ലാത്തതുകൊണ്ടും തിലക് വർമ്മയ്ക്ക് പകരമായി സഞ്ജു സാംസൺ ടീമിലെത്തുമെന്നുള്ള സൂചനകൾ വന്നിരുന്നു. അഭിഷേക് ശർമ്മ നിരന്തരമായി 3 മത്സരത്തിലും ഡക്കായതിനെ തുടർന്ന് അദ്ദേഹത്തിന് പകരമായിട്ടും സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ ഇന്ന് ക്രിക്കറ്റ് തുടങ്ങിയപ്പോൾ സഞ്ജു സാംസൺ ഇന്നും ടീമിലില്ല. തിലക് വർമ്മയുമുണ്ട്, അഭിഷേക് ശർമ്മയുമുണ്ട്. സഞ്ജു സാംസണിൻ്റെ എൻട്രിക്കായി കാത്തിരുന്ന മലയാളി ക്രിക്കറ്റ് ആരാധകർക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കും ഇത് വളരെ വലിയ നിരാശ നൽകുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. ഫോം ഔട്ടായിട്ടും അഭിഷേക് ശർമ്മയെ വീണ്ടും ടീമിലെടുത്തതും വലിയ സ്കോർ ഇതുവരെയുള്ള കളികളിൽ നേടാഞ്ഞിട്ട് തിലക് വർമ്മയെ വീണ്ടും ടീമിൽ തുടരുന്നതും എന്താണെന്ന് ഇതുവരെ ക്രിക്കറ്റ് ആരാധകർക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം സൂര്യകുമാർ യാദവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: തിലക് വർമ്മ അധികം സ്കോർ നേടാത്തത് ടീം പറഞ്ഞ പ്രകാരമാണെന്നും വളരെ പതുക്കെ ബാറ്റ് ചെയ്ത് അധികം ബൗണ്ടറികൾ പായിക്കാതെ ഒരു ഏകദിന ക്രിക്കറ്റ് പോലെ കളിക്കുന്നത് ടീമിൻ്റെ സ്ട്രാറ്റജിയുമാണെന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. സഞ്ജു സാംസണെ ടീമിൽ കളിപ്പിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന് പകരമായി ഇപ്പോൾ ആരും തന്നെ ഫോം ഔട്ട് അല്ല എന്നുമാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. നിരന്തരമായി 3 കളിയിൽ ഡക്കായിട്ട് പോലും അഭിഷേക് ശർമ്മ ഫോം ഔട്ട് അല്ലെന്ന് പറയുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. സഞ്ജു സാംസണെ വീണ്ടും ടീമിൽ കളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിഷേക് ശർമ്മയ്ക്കോ തിലക് വർമ്മയ്ക്കോ പകരമായി സഞ്ജു സാംസൺ വേൾഡ് കപ്പിൽ കളിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.